ഹലോ, എന്താണ്? ആ 2 മണിക്കൂർ കഴിച്ചു. ഞാൻ ഇവിടെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടി വെച്ചെങ്കിൽ എന്തോ കേസ് കൊടുക്കുമെന്നാ? ഈ സ്ത്രീയെ ഇല്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? അയാൾ എവിടെ വിളിച്ചെങ്കിൽ എനിക്ക് തന്നെ അറിയാം. ഞാൻ സത്യം പറയില്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അയാൾ എവിടെ ഒളിച്ചിരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞാനങ്ങനെ സത്യം പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യം പറയില്ലെന്ന്. ഭീഷണിയാണോ? എങ്കിൽ നിങ്ങൾ കൊണ്ട് ക്യാഷ് കൊടുക്കും. കോടതിയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുള്ളതാണ്. ആണോ? ഓ, എനിക്ക് പിന്നെ വന്നാൽ മതി, ഞാൻ ഇവിടെ കാണും. കുടുംബത്തോടെ നശിപ്പിച്ചുള്ളത്. അച്ചോ, നമുക്കെന്നാ ഈ കാര്യം അമ്മയെ വിളിച്ചു പറയാം. വിളിച്ചു പറ. ആദ്യം ചോദിച്ചാൽ എന്നെ ആയിരിക്കും. ചോദിച്ചത് അവളെന്നെ കൊല്ലും. അനക്കാ നല്ലത് പോലീസിനെ അറിയിക്കണേ. വരൂ. അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരാതിരിക്കാം. വരണമെങ്കിൽ വരട്ട്. എവിടെ ആണെങ്കിൽ പേടിച്ചോടാൻ പറ്റൂ? കാണാനൊന്നുമില്ല, വരും. വരട്ട്. നീ എന്തിന് പേടിപ്പിക്കണ? ആരെ ഭയപ്പെടുന്നത്? അച്ഛൻ കുറെ കണ്ട തന്നെ. വരട്ട്. എന്താ എന്ത് 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 വരട്ട് 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 ഒരു വരട്ട് കാണിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടോടി. ആ സ്ത്രീക്കൊരു വല്ലാത്ത പ്രകൃതമാണ്. അവരെ ബിഹേവിയറൊക്കെ കണ്ടാലേ മനസ്സിലാവും അവരവരെ ഭർത്താവിനെ കൈവെള്ളയിട്ട് അമ്മാനാവുന്ന സ്ത്രീയാണ്. നമ്മൾ ചോദിച്ച് ചേട്ടൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാമോ? അപ്പൊ ചേട്ടൻ പറയണ ചേട്ടനൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എഞ്ചിനീയറും ചേട്ടനുമായിട്ടുള്ളൊരു അടുപ്പം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്തൊക്കെയോ അറിയാന്നാ. വിളിക്കാമേ. ചേട്ടാ ചേട്ടാ. എന്ത്? ആര്? എന്നെ നിങ്ങളിവിടെ വീണ്ടും വരുത്തിച്ചല്ലേ? ഞാൻ നിങ്ങളോട് ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ? എൻ്റെ ഹസ്ബൻഡ് ആരുടെ കൂടെ എവിടെയാണെന്നുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള ഓരോന്നിനും ഞാൻ പൊക്കിക്കൊണ്ട് പോകും. എന്നെ നിങ്ങൾക്കറിയാലോ. എൻ്റെ ഭർത്താവ് ഇതുവരെ എൻ്റെ വാക്ക് കേട്ടിട്ടേ ജീവിച്ചിട്ടുള്ളൂ. ഇതിനിടെ കളിച്ചതെല്ലാം ബാലുവാണ്. ഇപ്പൊ പിന്നെ അങ്ങേർക്ക് ബാലു ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥയിലാക്കി വെച്ചില്ലേ? എന്താണ് വീട്ടിൽ കയറി ഒന്ന് ഷോ കാണിക്കണേ? നിങ്ങളുടെ ഭർത്താവിനെ 2 ദിവസമായിട്ട് കാണാനില്ലെന്നുകൊണ്ട് നമ്മളെന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോ കാണിക്കല്ലേ? ചുമ്മാ രളിയ. നിങ്ങൾ ആരെന്നാണ് നിങ്ങളെ വിചാരം? ആരാണ് നിങ്ങളൊന്ന് ഭീഷണിപ്പെടുത്തണം? ഇതൊരുമാതിരി 2000 മുന്നേ ഉള്ള സിനിമകളുടെ ഡയലോഗ് പോലെ ഉണ്ട്. ദാദാക്ക് ഭീഷ്മേക്ക് ബെടാ ദാദാ എന്നൊക്കെ പറയണ പോലെ. ഇവിടെ വന്ന് അങ്ങനെയൊന്നും സംസാരിക്കൊന്നും വേണ്ട. അതെ, നിങ്ങൾക്ക് പോലീസിൽ പിടിപാടുണ്ടായിരിക്കാം, ഡിപ്പാർട്ട്മെന്റിൽ ബന്ധുക്കളുണ്ടായിരിക്കാം. പക്ഷെ ഇനി ഇതുപോലെ കയറി വന്നാൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അല്ല, നേരത്തെ പറഞ്ഞല്ലേ നമ്മളെല്ലാവരും അങ്ങ് തട്ടിക്കൊണ്ടു പോകുന്നു. ഇതിനു മുമ്പ് എത്ര പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. നിർത്തല ചെറുക്ക. അതെ, അത്യാവശ്യം പണവും തെറ്റില്ലാത്ത കുറെ ബ്ലാക്ക് പണിയൊക്കെ ചെയ്ത കുടുംബം എൻ്റെത്. നല്ല കുടുംബം. പിന്നെ എന്നെ കല്യാണം കഴിച്ചവൻ ഇങ്ങനെ ആയിപ്പോയി. എന്റെ ഫാദറും ബ്രദറും ഒക്കെ വസ്തു എല്ലാം വാങ്ങിച്ചിട്ടേക്കുന്നത് അയാളുടെ പേരിലും. ആ വസ്തുവിലാണല്ലോ കിടന്നോട് കളിച്ച് മറിയുന്നത്. മാഡം, ഞാനൊന്നും ചെയ്തില്ല. എല്ലാം കൂടെ തട്ടിയെടുത്ത് മുങ്ങാനാണ് പ്ലാനെങ്കിൽ എന്റെ ഫാദറും ബ്രദറും ഒക്കെ ഇതറിയും. ഇതുവരെ എന്റെ ഹസ്ബൻഡ് മിസ്സായ കാര്യം എന്റെ ഫാമിലി അറിഞ്ഞിട്ടില്ല. അവരെങ്ങനെ അറിഞ്ഞാലേ എല്ലാത്തിനെയും എടുത്ത് കോളർ തൂക്കിയെടുത്തോണ്ട് പോവും. മനസ്സിലായ? പിന്നെ ഒലത്ത് കുറെ നേരം കൊണ്ട് ഞാൻ സഹിക്കാണ്. ഇവിടെ കയറി പൊങ്ങി പോണത്. സാറ് പോയത് എനിക്ക് വിഷമമുണ്ട്. ഇതേ ഇവരെന്തോ ചെയ്തിട്ട് എല്ലാം കൂടെ എന്റെ തല കെട്ടി വെച്ചാൽ നോക്കാണ്. കൊള്ളാം, രക്ഷപ്പെടാനുള്ള അടുത്ത പുതിയ തന്ത്രം കൊള്ളാം. മാഡം, വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ വിഷമം കൊണ്ടാണ് പറഞ്ഞു പോയത്. അളിയ ചുമ്മാ ഇരിക്കണോ അളിയ? അവർക്ക് ചെയ്യാനുള്ള ചെയ്യട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ബാക്കി നോക്കാൻ കാണൂലല്ലോ. ഞാൻ ചെയ്യാനുള്ള ചെയ്തതിന് പിന്നെ ഒറ്റ ഒരെണ്ണം ബാക്കി കാണത്തില്ലല്ലോ. നമ്മളെന്താ മാഞ്ഞു പോവും? പാറു, ദയവേത് എന്നെ എൻ്റെ വഴിക്ക് വിടണം പ്ലീസ്. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. അയാൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അയാളെ വേണം. ഞാനില്ലാതെ അയാൾ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. സത്യം പറ ബാലു, അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? അതൊക്കെ ഒന്ന് കുഴിച്ചു മൂടി, അതേപോലെ ആസിഡ് ഒഴിച്ച് കൊന്നോ? എന്തൊക്കെ പറയണം? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്തൊക്കെ പറയാൻ എല്ലാം കൂടെ എൻ്റെ തലയിൽ കൊണ്ട് ചോദിച്ചു തരാൻ വേണ്ടി. ആസിഡ് ഒഴിക്കാനാ? മാസം ശമ്പളം കിട്ടണ തുച്ഛാമോ പൈസ? 1 ലിറ്റർ ആസിഡിന് എത്ര രൂപയെന്ന് അറിയാമോ? അതാണ് ഞാൻ ഒഴിച്ച് കത്തിക്കാനാ? എന്താന്ന് പറഞ്ഞത്?
എൻ്റെ പൊന്ന് മേഡം, ഞാൻ ഉള്ള സത്യം പറയാം, എനിക്ക് സാറുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അത് മേഡത്തിന് അറിയാമല്ലോ. നമ്മൾ ചില മീറ്റിങ്ങിൽ ബിസിനസ് കാര്യമോ അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളോ ഇത്രയൊക്കെ സംസാരിക്കാറുള്ളൂ, വേറെ സംസാരിക്കാറില്ല. അപ്പോൾ സാർ എവിടെ പോയത് എനിക്കറിയണം, ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആണോ? എന്നിട്ടാണോ 2 ദിവസം മുന്നേ ഒരു ഹോട്ടലിൽ 2 സ്ത്രീകളുമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് എന്താ പറയാ ഭയങ്കര ഉല്ലസിച്ചൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ആക്കിയിട്ട് ബാലു അങ്ങ് മുങ്ങിയില്ലേ? അതെപ്പോ? ആ മീറ്റിംഗ്. ആ. അപ്പൊ അവര് 2 ലേഡീസ് ഒക്കെ വന്ന് അവര് മീറ്റിംഗ് ആയിരുന്നു. അവര് ബോംബെയിൽ ഏതോ വലിയ ബിസിനസ് മാഗ്നറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടാണ് അവിടെ പരിചയപ്പെടുത്തിയത്. അപ്പൊ തന്നെ ഞാൻ സാറിനെ കണ്ടത്, ഞാനങ്ങ് പോയി, പിന്നെ ഞാൻ കണ്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും എനിക്കറിയണ്ട. അതെ, എൻ്റെ ഭർത്താവിനെ ഒരാഴ്ചക്ക് മുന്നേ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയെന്നും എവിടെയൊക്കെ മീറ്റ് ചെയ്തതെന്നും കറങ്ങി എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും എൻ്റെ ഉണ്ട്. എവിടെയാന്ന് വെച്ചാ എൻ്റെ ഹസ്ബൻഡിനെ നാളെ എൻ്റെ വീട്ടിൽ എത്തിച്ചില്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.